പക്ഷെ അവസാന സമയത്തുണ്ടല്ലോ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടുകയാണ്. ഞാൻ വില്ലേജ് ഓഫീസിൽ, എനിക്ക് കോഴിക്കോട് ജില്ലയിൽ ടെസ്റ്റ് എഴുതി എനിക്ക് അവിടെ വില്ലേജ് ഓഫീസിൽ ജോലി കിട്ടിയ സമയത്താണ് നീ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഫലം? അവിടെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ജോലി കിട്ടിയാലും ജോലിയിലൂടെ എനിക്ക് വേണമെങ്കിൽ ജീവിക്കാം, കുടുംബമായിട്ട് ജീവിക്കാം, സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാം. പക്ഷേ എൻ്റെ അസുഖം മുഖേന എനിക്ക് വീണ്ടും ഞാൻ ആത്മീയമായിട്ട് അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഫലമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഡിസിഷൻ എടുത്ത്, ഞാൻ തന്നെ പ്രാർത്ഥിച്ച് കൊണ്ടൊരു ഡിസിഷൻ എടുത്തു. എനിക്ക് ഈ ജോലി വേണ്ട, ഞാൻ ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് യെസ് ലോഡ് എന്നതിലൂടെ ഈ എൻ്റെ സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് കയറി വരുന്നത്. ഞാൻ ഫാദർ ഷൈജു. എൻ്റെ സ്വദേശം കൊച്ചി രൂപതയിലെ അരുക്കുറ്റി സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ഇടവകയാണ്. ഞാൻ 5 മക്കളിൽ ഏറ്റവും ഇളയവനാണ്. ഇപ്പോൾ ഞാൻ അരൂര് സെൻറ്റ് ലിനാൾ മുരിയാൾഡോ സെമിനാരിയിൽ പ്രൊക്രേറ്ററായിട്ട് സേവനം ചെയ്തു വരികയാണ്. ഞാൻ നിങ്ങളോട് ഈ സമയം പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ദൈവവിളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വൈദികനായിട്ട് ഈ സന്യസ്ത സഭാംഗത്തിൽ എങ്ങനെയാണ് ഞാൻ വന്നു ചേർന്നത്. അത് വളരെ വലിയ ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഈ സഭയെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു സന്യാസ സഭയാണിത്. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹം എന്നിലുണ്ടായിരുന്നു. അത് നന്നേ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ പിതാവ് മരിച്ചുപോയി. പിന്നീട് അമ്മയോട് ഞാൻ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി രൂപതയിലാണ് ഞാൻ ആദ്യം തന്നെ വൈദിക പഠനത്തിനായിട്ട് പോയി ചേരുന്നത്. എന്നാൽ അതിനുശേഷം ഞാൻ ഈ സന്യാസ സഭയിൽ എങ്ങനെ വന്നു ചേർന്നു എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു ചോദ്യമായിട്ട് അത് മാറുന്നുണ്ട്. കൊച്ചി രൂപതയിൽ വൈദിക പഠനത്തിനായിട്ട് ചേർന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള രോഗപീഡനങ്ങൾ, ആ സഹനങ്ങളാണ് ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് എന്നെ വളരെയേറെ എനിക്കും മാറ്റമുണ്ടാക്കിയത്. എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു വഴിത്തിരിവായിരുന്നു ആ സഹനങ്ങളും രോഗപീഡനങ്ങളും എല്ലാം. ഏകദേശം ഒരു 1997 കാലഘട്ടങ്ങളിലാണ് എനിക്ക് അസുഖം വരുന്നതും ഒരു തളർവാദ രോഗിയായിട്ട് ഞാൻ മാറുന്നതും. ഈശോ എന്നെ ആ തളർവാദത്തിൽ നിന്നും, തളർവാദ രോഗിയെ ഈശോ സൗഖ്യപ്പെടുത്തിയതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സൗഖ്യപ്പെടുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ വിളിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ തളർവാദ രോഗം വന്നതിന് ശേഷം ഉണ്ടായ ഓരോ അനുഭവങ്ങൾ. ഏകദേശം കൊച്ചി രൂപതയിൽ വൈദിക പഠനത്തിനായിട്ട് ചേർന്ന എനിക്ക് അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ സന്യസ്ത സഭയിലെ കുറച്ച് ബ്രദേഴ്സ്, അതുപോലെ തന്നെ മറ്റൊരു സന്യാസ സഭയിലെ കുറച്ച് വൈദിക വിദ്യാർത്ഥികൾ, ഈ 2 സഭയിലെയും വിദ്യാർത്ഥികൾ അന്ന് കൊച്ചി രൂപതയിലെ മൈനർ സെമിനാരിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ സന്യാസ സഭക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹൗസുകൾ അരൂരും കുമ്പളങ്ങിലുമൊക്കെ ഹൗസിൻ്റെ പൂർത്തീകരണം നടന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് താമസിക്കുവാനുള്ള ഒരു ഇടയില്ലാത്തത് കൊണ്ട് അന്നത്തെ കുരിത്ര പിതാവ് അവരവിടെ താമസിക്കാനുള്ള അനുവാദം കൊടുക്കുകയും അതിനുള്ള ഇടം കൊടുക്കുകയുമാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ രൂപത വിദ്യാർത്ഥികളെ എല്ലാവരെയും എടുക്കുവാനുള്ള സൗകര്യക്കുറവുണ്ടായിരുന്നു. അങ്ങനെ 4 പേരെയാണ് പിതാവ് അവിടെ എടുത്തത്. ബാക്കി 3 പേര് ആ വർഷം 97 7 പേരെ എടുത്തതിൽ 3 പേരോടും പറഞ്ഞ് ഡൽഹി രൂപതയ്ക്ക് പോകാനാണ് പറഞ്ഞത്. പക്ഷേ എന്നോട് ചോദിച്ചപ്പോൾ അന്ന് അമ്മയ്ക്ക്
എന്നെ അടുത്ത് തന്നെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എന്നെ കൊച്ചി രൂപത്തിൽ തന്നെ നിർത്തി. എന്നോട് പറഞ്ഞു, ഷൈജു പോയി പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് വരിക, അരമനയുടെ കോളേജ് എരമല്ലൂർ സാന്താക്രൂസ് കോളേജ് ഉണ്ട്, അവിടെ പോയി പ്രീ ഡിഗ്രി പഠിക്കുക, വീട്ടിൽ നിന്നുകൊണ്ട് പഠിക്കുക, മാസം രൂപത സെമിനാരിൽ മൈനർ സെമിനാരിൽ വന്ന് മാസത്തിലെ ധ്യാനത്തിൽ പങ്കുകൊള്ളണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യും, അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് അത് പങ്കുകൊണ്ട് വീട്ടിലേക്ക് പോകാം. മറ്റുള്ള എല്ലാ കാര്യങ്ങളും സഹായ സഹകരണങ്ങളൊക്കെ രൂപതയിൽ നിന്നുണ്ടാകും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ വീട്ടിൽ നിന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചു തുടർന്ന് എനിക്ക് ഒരു ജനുവരിയോടുകൂടിയാണ് പെട്ടെന്നൊരു പനി എനിക്ക് വരുന്നുണ്ട് ഇവിടെ. ഈ പനി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ചു, ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. അങ്ങനെ പനിക്ക് കുറവുണ്ടായി. എങ്കിലും 2 ദിവസത്തോളം ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ മൂത്ത സഹോദരൻ്റെ വിവാഹത്തിന് ശേഷം എൻ്റെ മൂത്ത ചേടത്തിയുടെ പ്രസവ സമയമായിരുന്നു. അമ്മച്ചി അതുമായിട്ട് ബന്ധപ്പെട്ട് ചേടത്തിയുമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ പനി വന്നപ്പോൾ വീട്ടിൽ ഞാനും അമ്മമ്മയും മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു മൂത്ത സഹോദരൻ ഹോസ്പിറ്റലിലായിരുന്നു വൈഫിൻ്റെ ഒപ്പം. ഇളയ സഹോദരൻ ജോലിക്ക് പോയേക്കായിരുന്നു. മറ്റു 2 സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞ് അവരുടെ ഭർത്താക്കന്മാരുടെ കുടുംബങ്ങളിലായിരുന്നു. അപ്പം അമ്മമ്മ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായുള്ളൂ. പനി കുറഞ്ഞെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ എൻ്റെ കാല് 2 പൊങ്ങുന്നില്ലായിരുന്നു. കാല് പൊങ്ങുന്നില്ല, കൈ നോക്കിക്കഴിഞ്ഞപ്പോൾ കൈ അനങ്ങുന്നില്ല. അങ്ങനെ ഞാൻ ദിവാങ്കോട്ടേക്ക് കിടക്കിയിരുന്നു. എനിക്ക് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് നിരങ്ങിയാണ് ബാത്റൂമിലേക്ക് പോയത്. ഞാൻ നിരങ്ങി പോകുന്നത് കണ്ട്, നമുക്കൊക്കെ അറിയാം പണ്ട് കാലങ്ങളിലേക്ക് ബാത്റൂമൊക്കെ പുറത്തായിരിക്കും വീടിന്, നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും. അപ്പോൾ ഞാൻ ബാത്റൂമിലേക്ക് നിരങ്ങി പോകുന്നത് കണ്ട് അയലന്തരത്തുള്ള ഒരു ചേച്ചിയാണ് ഇത് കാണുന്നത്. അങ്ങനെയാണ് ചോദിച്ചത്, എന്ത് പറ്റി ഷൈജുമോനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൈയും കാലൊന്നും പൊങ്ങുന്നില്ല, എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകണം. അങ്ങനെയാണ് ഞാൻ നിരങ്ങി വരുന്നത്. ആ ചേച്ചി കരഞ്ഞ് എല്ലാവരെയും വിളിച്ചു കൂട്ടി. അങ്ങനെയാണ് എനിക്ക് വാദമാണെന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ എന്നെ ഒരു ആയുർവേദത്തിൻ്റെ ഒരു വൈദ്യൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഹോസ്പിറ്റലല്ലായിരുന്നു, ഒരു വീടായിരുന്നു. അങ്ങനെ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ആ വൈദ്യൻ പറഞ്ഞു വാദമാണെന്ന് പറഞ്ഞു, തളർവാദമാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്നോട് ചോദിച്ചു വീണിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടിയിൽ നിന്ന് 2 വീലർ ഓടിക്കുന്ന സമയത്തൊക്കെ ഞാൻ വീണിട്ടുണ്ട് 2 പ്രാവശ്യം. മസിൽ വെട്ടി കയറുമായിരുന്നു. കുളത്തിലൊക്കെ കുളിക്കുന്ന സമയത്ത് നീന്താൻ പറ്റാണ്ട് വരുമ്പോൾ മസിൽ വെട്ടി കയറുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ആ വൈദ്യനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് മരുന്ന് കഴിക്കണം, അതിന് ആയുർവേദ മരുന്ന് എഴുതി തന്നു. അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ട് ഞാനൊരു 1 മാസത്തോളം ഞാൻ ബെഡിലായിരുന്നു. അങ്ങനെ പ്രാർത്ഥന സെമിനാരിൽ വിവരം അറിയിച്ചു. സെമിനാരിലെ റെക്ടറച്ചമ്മ എന്നെ കണ്ടു. മറ്റുള്ള വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടി. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ വലത് കൈ പൊങ്ങി തുടങ്ങി, 2 കാലും പൊങ്ങി. ഞാൻ പതുക്കെ നടക്കാനൊക്കെ തുടങ്ങി. ശരീരം തീരെ ശോഷിച്ചു. അന്ന് ഒരുമാരെയൊക്കെ ശരീരം ആ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശരീരം ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം വേറെ മെലിഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാനൊരു ഈർക്കിലിൻ്റെ രൂപമായി പോയി എന്ന് പറയാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഈസ്റ്റർ സമയമായി. അപ്പോൾ ഞാൻ നടക്കുന്നുണ്ട്, പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട്, അപ്പച്ചൻ്റെ കുടുംബങ്ങളിലൊക്കെ പോയിരിക്കും, മറ്റുള്ള വീടുകളിലൊക്കെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ പ്രായം കൊണ്ടും അസുഖം വന്നതുകൊണ്ടും എല്ലാവർക്കും നല്ല കാര്യമായിരുന്നു എന്നോട്. ആഹാരങ്ങളൊക്കെ എല്ലാവരും തരും, ഞാനത് വാങ്ങി കഴിക്കും. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാനും ഉള്ള ഭയങ്കര തൃഷ്ണയായിരുന്നു. വെള്ളം കുടിക്കാനുള്ള ദാഹമായിരുന്നു എനിക്ക്. അറിയില്ലായിരുന്നു അതിൻ്റെ പിന്നിൽ വേറെ രോഗം ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമല്ലായിരുന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് രോഗം നിർണയിച്ചതിന് ശേഷം മാത്രമേ മരുന്ന് തരുള്ളൂ. അന്ന് ഈ വൈദ്യൻ്റെ അവിടെ അങ്ങനെയുള്ള ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന രോഗമാണ്. എന്നാൽ എനിക്ക് ഏറെക്കുറെ മനസ്സിലായി ഈ രോഗം എനിക്ക് വാദം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ആ രോഗം മരുന്ന് കഴിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും അവിശ്വസിക്കുന്നില്ല, എനിക്കുണ്ടായി കാണണം. എന്നാൽ അതിനുശേഷം ഓശാന ഞായറാഴ്ച ഈ ദുഃഖാഴ്ച വരുന്നുണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓശാന ഞായറാഴ്ച ഞാൻ അയലന്തരത്തൊരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഉണ്ട തന്നു.
കൊഴുക്കുട്ട, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കൊഴുക്കുട്ട എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഓശാന ഞായറാഴ്ച കൊഴുക്കുട്ട ഉണ്ടാക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് അമ്മമ്മമാരൊക്കെ പറയുന്നത് കർത്താവ് യേശു മിശിഹായെ മരോട്ടിക്ക കൊണ്ട് എറിഞ്ഞെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ കൊഴുക്കുട്ട ഉണ്ടാക്കുന്നതെന്നാണ് പൂർവികരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടേക്കുന്നത്. അപ്പോൾ ഈ കൊഴുക്കുട്ട എനിക്ക് തന്ന് ഞാൻ ആ കൊഴുക്കുട്ട തിന്ന് 2-3 എണ്ണമൊക്കെ മധുരമായ കൊണ്ട് എനിക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ കഴിച്ചു തിങ്കളാഴ്ചയായി. ഓശാന ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ അമ്മച്ചി കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ ബാത്റൂമിൽ കയറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ വായിൽ നിന്ന് നൊരയും പതയും വന്നു. നൊരയും പതയും വന്നതോടുകൂടി അമ്മച്ചി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മൂത്ത ചേട്ടൻ വീടിൻ്റെ വാതിക്കയിൽ മരപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യാറുണ്ട്. അങ്ങനെ മരപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ചേട്ടത്തിനെയും കുട്ടീനെയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് ഡെലിവറി കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് ആ സമയത്ത് തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല പനി വന്നിട്ട്. എന്നാൽ വന്നതിന് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഞാൻ ഉണ്ട തിന്നുന്നതും പിറ്റേ ദിവസം ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് വായിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് വരുന്നത്. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ പോകുന്ന വഴിക്ക് ഞാനിപ്പോൾ എവിടുത്തെ മരുന്നാണ് ഞാൻ കഴിക്കുന്നത്, ആ ഹോസ്പിറ്റലിൽ എന്നെ കയറ്റി എനിക്ക് ഓക്സിജൻ തന്നു. ഓക്സിജൻ തന്നതിന് ശേഷം ഇവർ വീണ്ടും എന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് ശരീരത്തിന് ഭയങ്കരമായിട്ട് ചൂടുണ്ട്. എനിക്ക് എപ്പോഴും വെള്ളം വേണം. എൻ്റെ കാല് എപ്പോഴും ചരുവത്തിനകത്ത് വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ടിരിക്കുകയാണ് എനിക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. കാറിനകത്ത് ബക്കറ്റ് ചരുവം വെച്ചിട്ടുണ്ട്. ആ ചരുവത്തിനകത്ത് വെള്ളമുണ്ട്. ആ വെള്ളത്തിനകത്ത് എൻ്റെ കാല് വെച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് അമ്മച്ചി വെള്ളം കോരി കാലിൽ കൊഴിച്ചിട്ടിരിക്കും എനിക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഈ പയ്യനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോ, ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഇഞ്ചക്ഷൻ പോലും അവൻ്റെ ശരീരത്തിൽ എടുക്കാനുള്ള ശരീരം അവനില്ല, അതുകൊണ്ട് അവനെ തിരിച്ച് നിങ്ങൾ കൊണ്ടുപോകണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അയലന്തരത്തെ ഒരു ചേട്ടനാണ് കൂടെ ഇരിക്കുന്നത്. ചേട്ടനും അമ്മച്ചി പുറത്ത് നിൽക്കുകയാണ്. ഒരാളെ കാഷ്വാലിറ്റി നിർത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ആ ചേട്ടനാണെങ്കിൽ കാര്യങ്ങൾ പറയാനും പറ്റുന്നില്ല. എനിക്കിത് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഇടത് കൈക്ക് അന്ന് തളർന്നു കിടന്നിട്ട് ഇടത് കൈ റെഡിയായിട്ടില്ലായിരുന്നു. മറ്റുള്ള വലത് കൈയും 2 കാലും മാത്രമേ പൊങ്ങിയുള്ളൂ. ഇടത് കൈ ശരിക്കും തളർന്നു കിടക്കുകയായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഈ കൈ കൊണ്ടാണ് എനിക്ക് ബലം കിട്ടുന്നത്. കാരണം ഞാൻ ഡോക്ടർ അവിടെ നിന്ന് പോയിപ്പോൾ ഈ പയ്യനെ തിരിച്ചു കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞ് ഡോക്ടർ പോകുമ്പോൾ ഞാൻ ഇടത് കൈ കൊണ്ടാണ് ആ ഡോക്ടറിൻ്റെ കൈ പിടിച്ച് വലിക്കണത്. ഞാൻ എന്തോ എനിക്ക് ദൈവം നല്ല ശക്തി ആ കൈക്ക് തന്നു. ആ കൈയാണ് ഇപ്പോഴും എനിക്ക് ബലക്കുറവുണ്ട് ആ കൈക്ക്. അപ്പോൾ ഈ കൈ കൊണ്ട് ഞാൻ ഡോക്ടറെ പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ എൻ്റെ മുഖത്തിട്ട് നോക്കിയപ്പോൾ ഞാൻ നിസ്സാര സമയം കൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാനൊരു വൈദ്യ വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതാണ് ഇതെല്ലാം. തളർവാദം വന്നു. ഞാനൊരു വൈദ്യൻ്റെ അടുത്തേക്കാണ് എന്നെ കൊണ്ടുപോയത്. നിസ്സാര സമയം കൊണ്ട് ഞാൻ ഈ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനിൽ എന്തോ കനിവ് തോന്നി. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരും വരുന്നത് അദ്ദേഹം കണ്ടായിരുന്നു. അങ്ങനെയാണ് കാഷ്വാലിറ്റി കിടത്തി 3 ദിവസം എന്നെ കാഷ്വാലിറ്റി കിടത്തി. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം ഞാൻ അവിടെ തന്നെ കിടന്നു. എനിക്ക് തന്ന ഒരു ഗുളിക തന്നത് ഗ്യാസിൻ്റെ ഗുളിക തന്നത്. അമ്മ അത് പറഞ്ഞ് കരയായിരുന്നിരുന്ന് ഈ കൊച്ചിന് 3 ദിവസമായിട്ട് ഒരു ഗുളിക മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ, ഇതുവരെയായിട്ടും മരുന്ന് ചെയ്യുന്നില്ലെന്ന്. അവർ എൻ്റെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആയപ്പോൾ ആരാണ് ഷൈജു എന്നും പറഞ്ഞ് വിളിച്ചിട്ടാണ് അവർ വരുന്നതും എന്നെ കൊണ്ടുപോകുന്നതും. ഞാൻ പിന്നെ ഓർക്കുന്നത് ഞാൻ ICUയിൽ കിടക്കുന്നതായിട്ടാണ്. കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ICUയിൽ കിടക്കുന്നതും എൻ്റെ 2 കൈകളിലും 2 കുപ്പി വെച്ച് ഗ്ലൂക്കോസ് അവർ കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഡോക്ടർ, ഒരു ലേഡി ഡോക്ടർ എൻ്റെ അടുത്തിരുന്നിട്ടും പറഞ്ഞ്, മോനെ ഷുഗറിൻ്റെ അസുഖമാണ്, തലച്ചോറിനകത്ത് 970ഓളം ഷുഗർ കയറി നിൻ്റെ തലച്ചോറ് മന്ദീഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത വഴിക്ക് ചോദിച്ചത്, എനിക്ക് ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ലേ? അന്നേരം പറഞ്ഞ്, ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല, നീ നിയന്ത്രിക്കണം, നിനക്ക് നിസ്സാര പ്രായമുള്ളൂ, അപ്പോൾ നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ ഇത്, പക്ഷെ എങ്ങനെ നീ നിയന്ത്രിക്കുന്നു അതനുസരിച്ചായിരിക്കും നിൻ്റെ മുന്നോട്ടുള്ള ലൈഫ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടായി. എന്താണ് ഷുഗർ, എന്താണ് ഈ അസുഖം എന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. സത്യത്തിൽ അമ്മച്ചിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് 2 കൊല്ലം മുമ്പ് തന്നെ. അങ്ങനെയാണ് അവരെന്നെ അവിടെ ICUയിൽ കിടത്തി. അതിന് മുമ്പായിട്ട് നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ണ് തുറക്കുന്നത് അത് തന്നെ ദൈവത്തോടുള്ള ഒരു അടുപ്പമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ പീഡനങ്ങളും സഹനങ്ങളും, യേശുനാഥൻ കിട്ടിയ അതേ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചില്ലെങ്കിലും ഏറെക്കുറെ ദൈവം എന്നെ നന്നായിട്ട് മെനഞ്ഞെടുക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ദൈവത്തിൻ്റെ ഉപകരണമായിട്ട് മാറ്റാനായിട്ട്, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വരുവാൻ വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു അന്നേരം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കണ്ണു തുറക്കുന്നത്
പെസഹ വ്യാഴാഴ്ചയല്ല, ദുഃഖ വെള്ളിയാഴ്ചയല്ല, ശനിയാഴ്ച രാവിലെയാണ്, വലിയ ശനിയാഴ്ച രാവിലെയാണ് ഞാൻ കണ്ണു തുറക്കുന്നതും ഉച്ചതിരിഞ്ഞ് എന്നെ വാർഡിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. 970ഓളം ഷുഗർ തലച്ചോറിൽ കയറിയ എനിക്ക് സത്യം പറഞ്ഞാൽ പിതാവിനും പുത്രനും പറയാൻ ഞാൻ മറന്നുപോയി. എനിക്ക് സ്വർഗസ്നായ പിതാവെന്ന പ്രാർത്ഥന ചൊല്ലാൻ ഞാൻ മറന്നുപോയി. ഡോക്ടർ എന്ന് പറയാൻ പോലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഡോക്ടർ ഓരോ കാര്യങ്ങൾ എഴുതിയാണ് ഞാൻ കാണിച്ചിട്ടിരുന്നത്. കാരണം എനിക്കും എൻ്റെ അത്രയ്ക്ക് എൻ്റെ തലച്ചോറ് മന്ദീഭവിച്ചിരുന്നു അന്നേരം ഷുഗർ മുഖേനായിട്ട്. അങ്ങനെ ശനിയാഴ്ച രാവിലെ ഞാൻ കണ്ണു തുറന്നു. വലിയ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് എന്നെ അവർ വാർഡിലോട്ട് മാറ്റി. അന്നേരം ഷുഗർ നോക്കിയപ്പോൾ 300 ചില്ലാനം ഷുഗർ അന്നേരം ഉണ്ടായിരുന്നു. അത് കുറഞ്ഞായിരുന്നു. അങ്ങനെ അവിടെ കിടന്ന് ഒരാഴ്ചയോളം കിടക്കണമെന്ന് പറഞ്ഞു. പക്ഷേ 3 ദിവസമോ കിടത്തിയുള്ളൂ എന്നെ. ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഈസ്റ്റർ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിഷുവായിരുന്നു. വിഷുവും കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് വീട്ടിലോട്ട് വിടുകയാണ് ചെയ്തത്. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് 2 ദിവസത്തോളം ഞാൻ വെള്ളം മാത്രം കുടിച്ചു. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഞാൻ ഷുഗർ കുറച്ചെടുത്തു. അങ്ങനെ കുറഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ അവർ പറഞ്ഞ് ഇൻസുലിൻ ഡെയിലി കുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ചോദിച്ചു, എൻ്റെ ഇടത് കൈ റെഡി ആയിട്ടില്ലല്ലോ, അത് റെഡിയായെങ്കിലേ എനിക്ക് സെമിനാരിൽ പോകാൻ വീണ്ടും പറ്റുള്ളൂ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ കാര്യം ഇതാണ്: നിൻ്റെ ഈ കൈ ഇനി ഒരിക്കലും പൊങ്ങത്തില്ല, ഇത് തളർന്നുപോയി. ഞങ്ങൾ ഇത് നന്നാക്കിയെടുക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചു, പക്ഷേ മരുന്നുകൾ ചെയ്തു, അതുകൊണ്ട് ഒരു പ്രയോജനവും കാണുന്നില്ല. അതുകൊണ്ട് ഈ കൈ ഇനി ഒരിക്കലും പൊങ്ങത്തില്ലെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചേട്ടനോട് തന്നെ ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? അന്നേരോ പറഞ്ഞ ഇത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് റെഡിയാക്കാണോ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും ദൈവം പ്രവർത്തിച്ചു. വീട്ടിൽ വന്നു. ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി അപ്പച്ചൻ്റെ ഒരു കൂട്ടുകാരൻ കമ്പൗണ്ടറായിരുന്നു, അവിടെ ഡെയിലി ചെല്ലുമായിരുന്നു അമ്മച്ചിയുമായിട്ട്. അങ്ങനെ 2ാമത്തെ ദിവസം കുത്തുവെപ്പെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചിയുടെ ബൈബിൾ തന്നു. ബൈബിൾ തന്നപ്പോൾ ഞാൻ ബൈബിൾ തുറന്നതോടുകൂടി ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോകണം, യൂറിൻ പാസ് ചെയ്യണം അമ്മച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാൻ പുറത്ത് പോകുന്നു പറഞ്ഞ് പുറത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബോധം കെട്ട് പോവുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ കുറയണമെങ്കിൽ പഞ്ചസാര ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷുഗർ കുറഞ്ഞതാണെന്ന് ഓർത്ത് അവർ പഞ്ചസാര എൻ്റെ വായിലിട്ട് തന്നു. പക്ഷെ ഷുഗർ കൂടിയതായിരുന്നു. അതോടുകൂടി വീണ്ടും ഞാൻ ബോധരഹിതനായിപ്പോയി. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പോകുന്ന വഴിക്ക് വേറെ ഹോസ്പിറ്റലിൽ കയറ്റി ഓക്സിജൻ തന്നു. അവിടെ നിന്ന് ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നേരെ ഈ പയ്യനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഷുഗർ കൂടിയതാണെന്ന് പറഞ്ഞു. ഈ പയ്യന് കുത്താവുന്ന കേരളത്തിലെ ഏറ്റവും വില കൂടിയ ഒരു ഇൻസുലിൻ എഴുതട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ മൂത്ത ചേട്ടൻ പറഞ്ഞു വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ആ മരുന്നാണ് എനിക്ക് ആദ്യമേ എടുക്കുന്നത്. ആ മരുന്ന് എടുത്തതോടുകൂടി ഷുഗർ കുറഞ്ഞ് 170ലേക്ക് താന്നു. 3 ദിവസത്തോളം ഈ കുത്തുവെപ്പ് എടുത്തു. അടുപ്പിച്ച് 3 നേരം വെച്ച് എടുത്തു. അങ്ങനെ 3ാമത്തെ ദിവസം ഈ ഷുഗർ കുറഞ്ഞ് 170ലേക്ക് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. ഒരു തമിഴ്നാട് ഡോക്ടറായിരുന്നു, സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെമിനാരിക്കാരനായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതെല്ലാം മാറ്റിയിട്ട് താൻ പോയാൽ മതി, അച്ഛനായിട്ട് തിരിച്ചിവിടെ വീണ്ടും വരണം, ഒരിക്കൽ വന്ന് കാണണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് അച്ഛനാകണമെങ്കിൽ എൻ്റെ ഇടത് കൈ റെഡിയാകണം. ഇടത് കൈ റെഡിയാകില്ലെന്നാണ് കോട്ടയത്ത് നിന്ന് പറഞ്ഞത്. അതിങ്ങനെ തളർന്നു പോയി, അത് ഇനി മരുന്ന് ചെയ്തിട്ടൊന്നും ശരിയാകുന്നില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇവിടെ നിന്ന് ഇത് റെഡിയാക്കിയിട്ടേ തന്നെ വിടുകയുള്ളൂ, താൻ താഴെ കിടക്കുക, ആൾ കൂടുമ്പോൾ മരുന്നിന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞ് എന്നെ ഫിസിയോതെറാപ്പിയിലേക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസം തൊട്ട്. അങ്ങനെ ഫിസിയോതെറാപ്പിയിൽ പോയി ഞാൻ ഒരാഴ്ച അവിടെ പോയി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇത് ഷുഗർ കൂടിയതുകൊണ്ട് നരമ്പ് തളർന്നു പോയതാണ്, ഇത് 6 മാസം കഴിയുമ്പോൾ നീ വീട്ടിൽ പോയതിന് ശേഷം എക്സസൈസ് ചെയ്യുക, 6 മാസം കഴിയുമ്പോൾ നിൻ്റെ ഈ കൈ തന്നെത്താനെ പൊങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തിരിച്ചു വരികയാണ് ചെയ്തത്. തിരിച്ചു വന്നു കഴിഞ്ഞ് കൈ തളർന്നു കിടക്കുകയാണ് എൻ്റെ ഇടത് കൈ. ഞാൻ വീണ്ടും ഡയോസിസ് ചെന്നു. ഡയോസിസ് ചെന്നിട്ട് ഞാൻ അച്ഛനോട് സംസാരിച്ചു, അച്ഛൻ എനിക്ക് വീണ്ടും അച്ഛനാകണം. അപ്പം അച്ഛൻ പറഞ്ഞു, റെക്ടർ അച്ഛൻ പറഞ്ഞു, വേണ്ട, ഇനി ഇത് നടക്കത്തില്ല, നിനക്ക് ചില കഴിവുകളുണ്ട്, നീ BA കാരനാണ്, BAക്ക് പോകാനാണ് നീ പോയത്, പക്ഷേ നിനക്ക് വേണമെങ്കിൽ LLB കോഴ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒപ്പിച്ച് തരാം, നിനക്കത് അങ്ങനെ ഉണ്ടെങ്കിൽ നീ അതിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വൈദികൻ തന്നെ ആകണം. ഈശോ എന്നെ വിളിച്ചേക്കുന്നത് വൈദികനാണ്. ഞാൻ അനുഭവിച്ച ആ സഹനങ്ങളും പീഡനങ്ങളും ഓർക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ അനുഭവിച്ച ആ ദുഃഖാഴ്ചയിൽ അനുഭവിച്ചു വെച്ച് നോക്കുമ്പോൾ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറ്റണം വെച്ചാൽ അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ ചവിട്ടുപൊടി വന്ന് കയറുമെന്ന് പറഞ്ഞിട്ടാണ്
അല്ലെങ്കിൽ അച്ഛനിരിക്കുന്ന അതേ ഒരു വൈദിക വസ്ത്രം ധരിച്ചുകൊണ്ട് ഞാൻ സഭയിൽ വന്ന് യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യും എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സെമിനാരിയിൽ നിന്ന്, അതായത് കൊച്ചിൻ ഡയസിന്റെ മൈനർ സെമിനാരിയിൽ നിന്ന് ഞാൻ 98 ഞാൻ ഇറങ്ങിപ്പോയിരുന്നത്. ഞാൻ കൊച്ചി രൂപതയിൽ നിന്നും സെമിനാരിൽ നിന്നും പടിയിറങ്ങുകയാണ്. അവിടെ നിന്ന് പോരുമ്പോൾ മനസ്സിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ ഇനി എങ്ങോട്ടാണ് എന്നുള്ളതാണ്. ഒരു സൈഡിൽ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, മറ്റൊരു സൈഡിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ. അങ്ങനെ വീണ്ടും എന്നോട് വീട്ടിൽ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു പിന്നെ തയ്യൽ കടയിൽ കൊണ്ടാക്കാം. അങ്ങനെ തയ്യൽ കടയിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെ പോയി 3-4 മാസം തയ്യൽ പഠിക്കാനിരിക്കുന്നു. ഒരു കൈ തളർന്നു നിൽക്കുന്ന കാരണം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഞാൻ 3 മാസത്തോളം തയ്യൽ കടയിൽ ഇരിക്കുകയും അതിനുശേഷം ഞാൻ വീണ്ടും അത് നിർത്തിപ്പോകുന്നതുകൊണ്ട് ഒരു പത്രത്തിൻ്റെ ഏജൻ്റായിട്ട് മാറുന്നതാണ്. പിന്നെ മനോരമ പത്രം, ദീപിക പത്രം, മാതൃഭൂമി, അങ്ങനെ ഞാൻ അതിലൂടെ വർക്ക് ചെയ്യുന്നു. ചെറിയ തുച്ഛമായ സംഖ്യ മാസം ഒരു 300 രൂപ ലെവലിൽ എനിക്ക് കിട്ടുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ഞാനൊരു പാരൽ കോളേജ് അധ്യാപനമായിട്ടൊരു വിവാഹ വീട്ടിൽ വെച്ച് പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ആ കോളേജിൽ പോയി വീണ്ടും പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ചേരുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പഠിക്കുന്നു. അത്യാവശ്യ സമയങ്ങളിൽ കാശ് കൈ കിട്ടുന്ന പോലെ ഞാൻ കോളേജിൽ ഫീസ് കൊടുക്കും. അങ്ങനെ ഞാൻ പിന്നെ സൈഡിൽ വേറെ പാരൽ കോളേജിൽ ഞാൻ പഠിപ്പിക്കാനായിട്ട് എന്നെ വിടുമായിരുന്നു സാർ. അതൊരു ഇൻകമായിട്ട് എനിക്ക് മാറി. അങ്ങനെ ഞാൻ ഡിഗ്രി അവിടെ നിന്ന് പാസ്സായി. പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രിക്ക് ചേർന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പാരൽ കോളേജിൽ നിന്ന് കൂടാതെ ഞാൻ ഗവൺമെൻറ് കോളേജിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പാരൽ കോളേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ റിലയൻസിൻ്റെ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് BDO എന്നുണ്ട്, ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3-4 ഫേമുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു പാരൽ കോളേജ് ഞാൻ തുടങ്ങിയതാണ്. ചെറിയ രീതിയിൽ നഴ്സറി സ്കൂളൊക്കെ ആയിട്ട് ഞാൻ തുടങ്ങിയിട്ട് അതൊരു 1.5 കൊല്ലത്തോളം ഞാനത് റൺ ചെയ്തു. അതിനുശേഷം എനിക്കത് സാധിച്ചില്ല. പക്ഷെ അവിടെയൊക്കെ എല്ലായിടത്തും ഞാൻ പോകുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ അൾത്താര മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചിന്തയെന്ന് വെച്ചാൽ. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ദൈനംദിനം പള്ളിയിൽ പോവുകയും കപ്പേരോട് ചേർന്നുകൊണ്ട് അൾത്താര ശുശ്രൂഷ, അൾത്താരയിൽ സഹായിക്കുകയും ചെയ്ത് എനിക്ക് പിന്നെ അൾത്താര വിട്ടുപോകുവാനുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് പിന്നെ മാറിയത്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് രാഷ്ട്രീയപരമായ പ്രവേശനം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയത്തിലെ ലോക്കൽ നേതാക്കളൊക്കെ പാർട്ടി ഓഫീസിൽ നിന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം, LLBക്ക് പഠിപ്പിക്കാം, അങ്ങനെ പല ഓഫറുകൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, മദർ തെരേസയുടെ സെപ്റ്റംബർ 5 മദർ തെരേസ മരിച്ച ദിനത്തിൽ നാൽക്കവലയിൽ വെച്ചൊരു മീറ്റിംഗ് നടത്തിയതിൽ ഞാൻ അന്ന് കുടുംബവീട്ടിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ കുടുംബവീട്ടിൻ്റെ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള മദർ തെരേസയുടെ ചരമപ്രസംഗം നടത്തിയത് ഞാനായിരുന്നു. ആ ചരമപ്രസംഗത്തിലൂടെയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയക്കാരൊക്കെ അത് കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതിൽ വളർന്നു വരാമായിരുന്നു. അതിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു ജോലിക്കാരനായിട്ട് മാറാമായിരുന്നു, വേണമെങ്കിൽ ഒരു ജോലി എനിക്ക് സമ്പാദിക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ എന്നിലുള്ള പദ്ധതി ഞാൻ അവിടെ മനസ്സിലാക്കി ചെയ്തത്. എൻ്റെ ദൈവത്തിന് എന്നിലൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലായത് എൻ്റെ അസുഖങ്ങളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റലിലായിരുന്ന ഞാൻ ICUയിൽ നിന്നും കണ്ണു തുറക്കുമ്പോൾ, വലിയ ശനിയാഴ്ച രാവിലെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കരഞ്ഞുകൊണ്ട് നിലത്ത് നിൽക്കുന്ന അമ്മയെയും ചേട്ടനെയുമാണ് ഞാൻ കാണുന്നത്. ആ അമ്മയോട് ഞാൻ അവസാനം പറഞ്ഞ വാക്കതാണ്, അമ്മേ, ദൈവം തന്ന ഈ ജീവിതം എനിക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് തന്നെ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ വൈദികനാകാനായിട്ട് പോവുകയാണ്. അമ്മയുടെ മക്കൾ അമ്മയെ മറ്റുള്ളവർ നോക്കിക്കൊള്ളും, അമ്മ അവരുടെ കൂട്ടത്തിലായിരിക്കുക, കുടുംബം വിട്ട് ഞാൻ ഇറങ്ങിയണമെന്നും പറഞ്ഞാണ് ഞാൻ വീണ്ടും സെമിനാറിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ കുടുംബത്തിൽ നിർത്തണമെന്ന്. അതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് കുടുംബം എഴുത്തന്ന്, പറമ്പ് എഴുത്തന്ന്, ജോലിക്കാരനായി കഴിയുമ്പോൾ നീ വിവാഹം കഴിച്ച് എൻ്റെ കൂട്ടത്തിലാകണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അസുഖം ഉണ്ടായതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ ഒറ്റയ്ക്ക് വിടാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവസാനം അമ്മ പറഞ്ഞത്, നീ നിൻ്റെ ഇഷ്ടത്തിന് നിനക്ക് പോകാം, നീ നിന്നെ രക്ഷിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ നീ ദൈവത്തിനെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പോണേൽ എനിക്കൊരു കുഴപ്പമില്ല മോനെ എന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ അവസാന സമയത്തുണ്ടല്ലോ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടുകയാണ്. ഞാൻ വില്ലേജ് ഓഫീസിൽ, എനിക്ക് കോഴിക്കോട് ജില്ലയിൽ ടെസ്റ്റ് എഴുതി എനിക്ക് അവിടെ വില്ലേജ് ഓഫീസിൽ ജോലി കിട്ടിയ സമയത്താണ്
ഞാൻ ഈ ആയിരിക്കുന്ന സഭയിലേക്ക് അച്ഛനാകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ 2010 ഞാൻ ഈ സെമിനാരിയിൽ വൈദിക പഠനത്തിനായിട്ട് ഞാൻ ചേരുകയാണ് ചെയ്തത്. അങ്ങനെ എനിക്ക് സെമിനാരിൽ കയറുവാനുള്ള ഒരു സാഹചര്യം വന്ന സമയത്താണ് ഇവിടെ ഇപ്പോൾ ജനറൽ ഹൗസിൽ അംഗമായിട്ടുള്ള മിഷിയാദാസ് അച്ഛനാണ് അന്ന് ഡീക്കനായിരിക്കുമ്പോൾ എൻ്റെ ഇടവകയിൽ ഈ മാസം ഫീസ്റ്റാണ്. അവിടുത്തെ ഫീസ്റ്റിന് വേണ്ടിയിട്ട് അച്ഛൻ ബ്ലെസ്സിങ്ങിന് വരുന്നതാണ്. അങ്ങനെ അച്ഛനോട് സംസാരിക്കുകയും അച്ഛൻ പറഞ്ഞ് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു സെമിനാരിൽ കയറുന്ന കാര്യം പറഞ്ഞപ്പോൾ. അങ്ങനെ അതൊരു ഫെബ്രുവരി മാസമായിരുന്നു. മാർച്ച് മാസത്തിലാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത് കോഴിക്കോട്. ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോവുകയും ഇവിടെ ഞാൻ ജൂൺ 14 ജോയിൻ ചെയ്യേണ്ട സമയത്താണ് എനിക്ക് ജൂൺ 26 അവിടെ എനിക്ക് വില്ലേജ് ഓഫീസിൽ ജോയിൻ ചെയ്യുവാനുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ വരുന്നത്. പക്ഷെ ഞാൻ അവിടെ ചിന്തിച്ചത് കാര്യം ഇതാണ്, ദൈവം എന്നെ മെനഞ്ഞെടുത്ത് അസുഖങ്ങളിൽ നിന്നും മോചിപ്പിച്ചു, മരണത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചെന്ന് പറയാം. കാരണം ഞാൻ മരിച്ചു കൊണ്ടുവരുമെന്നും പറഞ്ഞായിരുന്നു കുടുംബങ്ങളിലെല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നത്. കാരണം അത്രക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു അസുഖമായിരുന്നു എനിക്ക്. ഷുഗർ കയറി, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അത്രയും മാത്രം ഷുഗർ എൻ്റെ തലച്ചോറിൽ കയറി പിടിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ദൈവത്തിന് എന്നെ വേണമല്ലോ. പിന്നെ എന്തിനാ എനിക്ക് ദൈവം ജോലി തന്നേക്കുന്നത്? അവിടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതാണ്, ദൈവം എന്നെ പരീക്ഷിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ജോലിയിലൂടെ ഞാൻ ആ ജോലിയിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ശാരീരികമായ അസുഖങ്ങൾ, എൻ്റെ ഹെൽത്ത്, വിശുദ്ധന്മാരുടെ ബുക്കുകൾ വായിക്കാനുള്ള എൻ്റെ തൃഷ്ണ, അവിടേക്ക് ഞാൻ കണ്ടത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ വാക്കുകളാണ്. നീ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഫലം? അവിടെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ജോലി കിട്ടിയാലും ജോലിയിലൂടെ എനിക്ക് വേണമെങ്കിൽ ജീവിക്കാം, കുടുംബമായിട്ട് ജീവിക്കാം, സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാം. പക്ഷേ എൻ്റെ അസുഖം മുഖേനയ്ക്ക് വീണ്ടും ഞാൻ ആത്മീയമായിട്ട് അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഫലമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഡിസിഷൻ എടുത്ത്, ഞാൻ തന്നെ പ്രാർത്ഥിച്ച് കൊണ്ടൊരു ഡിസിഷൻ എടുത്തു, എനിക്ക് ഈ ജോലി വേണ്ട. ഞാൻ ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് യെസ് ലോഡ് എന്നതിലൂടെ എൻ്റെ സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് ഒരു സമർപ്പിതനായിട്ട് മാറിക്കൊണ്ട് ഈ സന്യാസ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് ഞാൻ 2010 ജൂൺ 14 ഈ സെമിനാരിയുടെ, അതിപ്പോൾ ഞാൻ എവിടെ ആയിരിക്കുന്നു, ഈ ഫോർമേഷൻ ഹൗസിൽ ആദ്യത്തെ, അതായത് ഇനിഷ്യേഷൻ വിദ്യാർത്ഥിയായിട്ട് ഞാൻ ഇവിടെ കയറി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവം ഇന്നത്തെ തലമുറയ്ക്ക് ദൈവവിളിയിലേക്ക് വരുവാനുള്ള ഒരു അനുഭവമാണ്. നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുന്നിൽ അതൊന്നുമല്ല, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമല്ല. നാം എല്ലാം സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മകനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് നമ്മളെ തിരഞ്ഞെടുക്കുമെന്ന് ഉള്ളതിൽ യാതൊരുവിധ സംശയമില്ലെന്നുള്ളത് എൻ്റെ ജീവിതം സാക്ഷിയാണെന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് 2021 ഏപ്രിൽ 22 ഞാൻ വൈദിക പട്ടം സ്വീകരിക്കുന്നത്. കൊച്ചി രൂപത ഇപ്പോഴത്തെ പിതാവ് അഭിവന്ദ്യ ജോസഫ് കരിയിൽ തിരുമേനിയിൽ നിന്നും ഞാൻ പട്ടം സ്വീകരിച്ചു. അത് കൊറോണയുടെ ഒരു സമയമായിരുന്നു. വെറും 1-2 പേര്, എൻ്റെ അമ്മയും ജ്യേഷ്ഠനും സഹോദരിയും മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പട്ടമായിരുന്നത്. അതൊരിക്കലും മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സമയമായിരുന്നു ആ പട്ടസമയം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇതൊരു സാക്ഷ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് വൈദികനാകാനും അല്ലെങ്കിൽ ദൈവവിളിയിലേക്ക് വരുവാനുള്ള ഒരു പ്രചോദനമായിട്ട് എൻ്റെ ഈ ജീവിത സാക്ഷ്യവും അനുഭവങ്ങളും പീഡനങ്ങളും ദുരിതങ്ങളും സഹനങ്ങളും എല്ലാം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. എൻ്റെ താതൻ എന്നെ തേടും, എനിക്കായി കാത്തിരിക്കും, എൻ്റെ കുറ്റങ്ങളെല്ലാം പൊറുക്കും, സ്നേഹത്തോടെ മാറോടു ചേർക്കും.